ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ചോറും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് ആവിയിൽ വേവിച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അതേപോലെ നമുക്ക് അവർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും പറ്റും. അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. പിന്നെ ചെയ്യാത്തവർക്കും ഒക്കെ കഴിക്കാം കേട്ടോ. ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർക്കും ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ ഒരു ബൗളിൽ അളന്നിട്ടാണ് നമ്മൾ ചോറ് എടുത്തിട്ടുള്ളത്. ആ ചോറ് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണ്ട. ഇത് നമുക്ക് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക. ഞാൻ കുറച്ച് ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്, പക്ഷേ അപ്പോൾ അരഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 ഗ്ലാസ് വെള്ളം എനിക്ക് ഇത് അരച്ചെടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഒരു പാനിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളിതൊരു പാനിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പും കൂടി ചോറെടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതൊരു 6-7 പേർക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അതിലേക്ക് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് ഇത് കൂടി നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇതേപോലെയാണ് കേട്ടോ നമ്മൾ ഇത് വേണ്ടത്. അപ്പോൾ നമ്മൾ കൂടുതൽ ലൂസിൽ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ പൊടി വേണ്ടി വരും, അതാണ്. അപ്പോൾ ഇതാ നമ്മൾ റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണ്. ഇതൊരു 2 കപ്പ് നമ്മളിതിൽ ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ ചോറെടുത്തിട്ടില്ലേ ആ ബൗളിൽ തന്നെ അളന്നെടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നല്ലോണം മിക്സാക്കി കൊടുക്കുക കേട്ടോ. നമ്മളിത് നല്ല ടൈറ്റിലല്ല കുഴച്ചെടുക്കുന്നത്, ചെറിയൊരു ലൂസിലാണ്. പിന്നെ ഇത് കുറേ നേരം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നാൽ മാത്രം മതി കേട്ടോ. കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ പൊടി ഇട്ടിട്ട് ഞാൻ ആദ്യം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1/4 കപ്പ് പൊടി കൂടി എനിക്കിതിലേക്ക് ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ലൂസിൽ വേണ്ട, എന്നാൽ നല്ല ടൈറ്റിലും വേണ്ട കേട്ടോ. ഇനി ടൈറ്റിലായാലും കുഴപ്പമില്ല, പരത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ടൈറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ ഇതുപോലെ ആക്കിയപ്പോൾ ചെറിയൊരു ലൂസ് ഉണ്ട് ഇത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് കൂടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കറണ്ട് പോയി കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിട്ടും വന്നിട്ടും ഇരിക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഒരു 1/4 കപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 2/4 കപ്പാണ് നമ്മൾക്ക് പൊടി ആവശ്യമായിട്ടുള്ളത്. ഇത് നമ്മൾ കയ്യിൽ നല്ലോണം ഒട്ടിപ്പിടിക്കുന്ന തരത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ വന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 1/4 കപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എങ്കിലും ഇത് നല്ല ലൂസിൽ തന്നെയാണ്, ടൈറ്റിലല്ല കേട്ടോ ഇരിക്കുന്നത്. കണ്ടല്ലോ, നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഒന്ന് എണ്ണ തൂവി കൊടുക്കുക. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി കേട്ടോ. കൂടുതൽ നേരമൊന്നും വെക്കേണ്ട, 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ അതൊന്നും ഇവിടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി റെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളിത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ 10 മിനിറ്റ് ആയപ്പോഴേക്കും. ഇത് നമുക്ക് പരത്തിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ നല്ല ഒരു ലേശം ലൂസിൽ ആക്കിയിട്ട് എടുക്കുമ്പോൾ. ഇനി നമ്മൾ ഇതേപോലെ ഓരോ ഉരുളാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ പൊറോട്ട ചപ്പാത്തി അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഓരോ ഉരുളാക്കിയിട്ടുണ്ട്. എത്രണ്ട് വലിപ്പമുണ്ടോ അതിനനുസരിച്ച് ഉരുളാക്കി എടുക്കാം നിങ്ങൾക്ക് വേണ്ടത്. ഇനി ഒരു ഉരുള എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ട് അത്യാവശ്യം പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കുറച്ച് ലൂസിലല്ലേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അത്യാവശ്യം പൊടി ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. ഒരു ചപ്പാത്തിയുടെയൊക്കെ പരുവത്തിന് പരത്തിയെടുക്കുക കേട്ടോ കനത്തിൽ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ലൂസിലായതുകൊണ്ട് നമുക്ക് തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ വേഗത്തിൽ പരന്ന് കിട്ടും കേട്ടോ. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി തൂക്കി കൊടുത്താൽ മതി. നമ്മളിത് അത്യാവശ്യം പൊടി ഇട്ടിട്ട് തൂവിയെടുക്കുന്നത് ഇത് ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് പരത്തിയെടുക്കുമ്പോഴും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഉരുള എടുത്തതുകൊണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഞാനിതാ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് കത്തി വെച്ചിട്ട് നമുക്കിത് നീളത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ. എത്ര കനം വേണോ അതിനനുസരിച്ച് മുറിച്ചെടുക്കാം. നമ്മളൊരു നൂഡിൽസൊക്കെ മേടിക്കൂലേ, അതിൻ്റെയൊക്കെ ഒരു കനത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മുറിച്ച് മാറ്റണുണ്ട് കേട്ടോ, മുറിക്കാണ്ട് വെക്കണില്ല, ഫുള്ള് മുറിച്ചത് ഇതുപോലെ നീക്കി മാറ്റണുണ്ട്. അപ്പോൾ ഇതേപോലെ ഓരോന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. ഇത് നമ്മൾ അത്യാവശ്യം പൊടിയൊക്കെ ഇട്ടിട്ട് പരത്തിയെടുത്തോണ്ട് ഒന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ഇതാ ഇതേപോലെയാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് നീളത്തിൽ വെച്ച് കൊടുക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. ഞാനിതൊക്കെ ചുരുട്ടി എടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഒന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ഇതേപോലെ നമ്മൾ പാത്രത്തിൽ കുറച്ച് പൊടി ഇട്ടിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഒരു 2 എണ്ണം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് പകുതി പരത്തിയതിൻ്റെ ശേഷം നമുക്ക് ഇതാക്കണ്ടല്ലോ, അടുത്തത് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഞാൻ കുറേ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുകൊണ്ട് ഇത് പകുതി ആക്കിയതിന് ശേഷം നമ്മൾ പകുതി ഉരുളകൾ ഇതേപോലെ ആക്കിയെടുത്തിട്ട് അതൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, തട്ടിൽ എണ്ണ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. നമ്മൾ കീറിയെടുത്തതിലൊന്നും എണ്ണ തൂവണമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ ഇതിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. നമ്മൾ ചോറ് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കൊണ്ട് നമുക്കിത് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും. ആർക്കും വയസ്സായവർക്ക് പോലും കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പകുതി പരത്തിയെടുത്തതാണ് കേട്ടോ, പകുതി ഇനിയുണ്ട് പരത്തി ഇതേപോലെ ആക്കിയെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് ആവി കയറി വരുമ്പോഴേക്കിനും അതുകൂടി നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ പകുതി ഞാൻ എടുത്ത മാവിൻ്റെ ഇതും ചോറിൻ്റെ ഇതും പകുതി ആക്കിയാൽ മതി. അപ്പോൾ ഇതാ നമ്മളിതിൽ ഫുള്ള് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആവി വെന്തതിൻ്റെ ശേഷം 5-6 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് എല്ലാതും ഒട്ടിപ്പിടിച്ച് ഒരു ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷേ ഇത് ചൂടാറെ നമുക്കിതൊന്ന് ഓരോന്നായിട്ട് വേറെടുത്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കട്ട പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിതിന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കൊട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഒന്നുകൂടി എണ്ണ തൂവിയിട്ട് നമ്മൾ ബാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കൂടി നമ്മളിതിൽ ഒന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ, എന്നാൽ നമുക്കിത് ഓരോന്നായി വേറിട്ട് കിട്ടും. കണ്ടല്ലോ, ഇത് ചൂടാറിയപ്പോൾ കണ്ടല്ലോ ഇതുപോലെ നമുക്ക് വേറെടുത്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ എത്ര നീളത്തിലാണോ മുറിച്ചെടുത്തത് അതുപോലെ നമുക്കിത് വേറെടുത്തെടുക്കാം. ചൂടാറിയതിൻ്റെ ശേഷം കേട്ടോ, നല്ലോണം ചൂടാറണമെന്നൊന്നുമില്ല, ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കിത് കയ്യിൽ പിടിക്കാനുള്ള ചൂട് ആയതിൻ്റെ ശേഷം നമുക്കിതിങ്ങനെ വേറെടുത്തെടുക്കാം. ഓരോ നൂലായിട്ട് തന്നെ കിട്ടും. ഞാൻ ഗോതമ്പ് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു കനത്തിലാണ് നൂലുണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കനം കുറച്ചും ഉണ്ടാക്കിയെടുക്കാം. കനം കുറച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വേഗത്തിൽ പൊട്ടിപ്പോവണ്ട വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഒരു 3 തക്കാളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 5 അണ്ടിപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അതൊന്ന് നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് 2 ടേബിൾ സ്പൂണും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സവാളയും ഒരു ക്യാരറ്റും 2 പച്ചമുളകും ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് 1 മിനിറ്റ് വഴറ്റിയാൽ മതി, കൂടുതൽ നേരമൊന്നും വഴറ്റിയെടുക്കണ്ട. ഇതൊന്ന് ചെറുതായി വെന്ത് വന്നാൽ മതി.
ഇനി ഞാൻ ഇതിലേക്ക് മല്ലിയിലയുടെ തണ്ടാണ്, ഇല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, തണ്ട് മാത്രമായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടാണ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തണ്ട് ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് വെന്ത് കിട്ടാനാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 മിനിറ്റോളം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കൻ മസാലയാണ് കേട്ടോ എടുക്കുന്നത്. അതിന് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ഞാനൊരു പിഞ്ചാ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ഞാനിത് വീട്ടിലുണ്ടാക്കിയതുകൊണ്ടാണ് പിഞ്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതിലുണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, കുത്തു കൂടണ്ട. അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലോണം ഇതിൻ്റെ പച്ചമണം മാറോളം ഒന്ന് വഴറ്റിയെടുക്കുക. 3 തക്കാളിയും ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 5 അണ്ടിപ്പരിപ്പും കൂടി അരച്ചെടുത്തതാണ് കേട്ടോ, വേവിച്ചെടുത്തിട്ട് അരച്ചെടുത്തതാണ്, തൊലി കളഞ്ഞിട്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ നഷ്ടമായി. അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായി വറ്റി വരുവോളം, ഇതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുവോളം, നമ്മൾ വേവിച്ചെടുത്തതാണ് എന്നാലും ഒരു പച്ചക്കുത്ത് മാറി വരുവോളം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ മാവിൽ ഉപ്പിട്ടിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എങ്കിൽ ഈ മസാലയിൽ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വെജിറ്റബിൾസ് വേറെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, ഇതന്നെ മതി, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ ചിക്കൻ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. പിന്നെ നമ്മൾ മുട്ട കൊത്തുപൊരിയാക്കിയിട്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്, ഇതന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ തക്കാളി അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുലുക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മൾ നൂഡിൽസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതായത് തിളച്ചിട്ടുണ്ട്, കണ്ടല്ലോ, ഇതൊക്കെ ഓരോന്നായി വേറിട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വെന്തും വന്നിട്ടുണ്ട് കേട്ടോ, നല്ലോണം വെന്തും വന്നിട്ടുണ്ട്. ഇതൊന്നും ഒട്ടിപ്പിടിക്കില്ല, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇത് നമ്മൾ മിക്സാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് മിക്സാക്കി എടുക്കുക, അത്ര വേഗത്തിലൊന്നും പൊട്ടിപ്പോവില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് മിക്സാക്കി എടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും മസാല ആവോളം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ, അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും, വലിയവർക്കും ഇത് ഒത്തിരി ഇഷ്ടപ്പെടും, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ നമ്മൾ ഇതിൽ നല്ലോണം ഇളക്കിയെടുത്തതിൻ്റെ ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒലീവ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ. അതുകൂടി ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കുക. ഇനി ഫ്ലെയിം കൂട്ടി കൊടുക്കണ്ട, ഇത് മിക്സാക്കി എടുക്കോളം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്താൽ മതി, കാരണം ഒലീവ് ഓയിൽ ചൂടാവണ്ട നല്ലോണം. ഇനി കുറച്ച് മല്ലിയില ഞാൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എത്ര കഴിച്ചാലും കഴിച്ചുകൊണ്ടേയിരിക്കും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കണ്ടല്ലോ, ഓരോ നൂലായിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചോറൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് നല്ല സോഫ്റ്റുമാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.